ആദർശ്, സിനിമാ മേഖലയ്ക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം മുഴുവൻ മലയാള സിനിമ വലിയ ഹിറ്റിലേക്ക് പോകുന്നു, എല്ലാ 100 കോടി പ്ലസ് എന്ന് പറയുന്നു. മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇ ഡി റെയ്ഡും കള്ളപ്പണം വിഷയവും ഒക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളായിരുന്നു എന്ന് അറിയുന്നത്. ശരിക്കും മലയാള സിനിമ ഹിറ്റാവുകയാണോ ഫ്ലോപ്പ് ആവുകയാണോ എന്ന് തിയേറ്ററിൽ പോയി പടം കാണുന്ന പ്രേക്ഷകനും അല്ലെങ്കിൽ ഈ വിശകലനം നടത്തുന്ന മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീ ജി സുരേഷ് കുമാർ പറയുന്ന ചില കണക്കുകളുമുണ്ട്. പുറത്തു നിൽക്കുന്നവർ പണം കൊള്ളാമെങ്കിലും പോയി കാണും, ഇല്ലാത്തവർ പോയി കാണില്ല. അതുമാത്രമല്ല, ഈ തർക്കമൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമല്ല. അതല്ലാതെ ഈ ശരിക്കും ഈ തർക്കം എന്തിനാണ്? ഇതൊരു പ്രൊമോഷൻ അപ്പുറത്തേക്ക് വളരെ ഗൗരവകരമായിട്ടുള്ള എന്ത് വിഷയമാണ് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലോട്ട് വെക്കുന്നതെന്ന് ആദർശിന് തോന്നുന്നത്? അല്ല, ഞാനിപ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ജി സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. ഒന്ന്, അദ്ദേഹം പറയുന്ന മലയാള സിനിമ ഇതുവരെ 100 കോടി ക്ലബ്ബ് തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലുടനീളം എല്ലാ ഇൻഡസ്ട്രികളും 100 കോടി അല്ലെങ്കിൽ 50 കോടി എന്ന് പറയുന്നത് അവരുടെ ഗ്രോസ് പ്രൊഡക്ഷനെയാണ്, അല്ലാതെ ഗ്രോസ് റവന്യൂനെയാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം എത്ര കിട്ടി എന്നുള്ളത് വെച്ചിട്ടല്ല ഒരു സിനിമയും. ഇപ്പം RRRന്റെ കളക്ഷൻ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വിജയിച്ച പത്താൻ പോലത്തെ സിനിമകളുടെ കളക്ഷൻ എടുത്ത് നോക്കുക, എല്ലാം അവർ ഗ്രോസ് കളക്ഷനെ പറ്റി തന്നെയാണ് 100 കോടി 1000 കോടി എന്നൊക്കെ പറയുന്നത്. പിന്നെ മലയാള സിനിമ മാത്രം എന്തുകൊണ്ട് സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്ന് കളക്ട് ചെയ്ത റവന്യൂ മാത്രമേ പറയുള്ളൂ എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, സുരേഷ് കുമാർ പറയുന്ന മലയാള സിനിമ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1000 കോടി എന്നുള്ള റവന്യൂ ടോട്ടൽ കളക്ഷനിൽ മലയാള സിനിമ മൊത്തത്തിലായി കഴിഞ്ഞ വർഷം നേടുന്നത്. മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത വിജയം കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് 2024 ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് ടോട്ടൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ 5% മുകളിൽ ഒരിക്കൽ പോലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലാത്ത മലയാളം സിനിമ കഴിഞ്ഞ വർഷം 10% മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം 7% ഇടിവ് വന്ന സമയത്താണ് മലയാള സിനിമ ഇൻഡസ്ട്രി അത്രയും വലിയ വിജയം. പ്രമേയുഗം പോലത്തെ സിനിമകളിലൂടെ വിജയിക്കുന്നു, ആവേശം പാൻ ഇന്ത്യൻ ഹിറ്റായി ചർച്ച ചെയ്യപ്പെടുന്നു, മഞ്ഞുമൽ ബോയ്സ് വലിയ ഹിറ്റായി മാറുന്നു, പ്രേമലു വലിയ ചർച്ചയായി മാറുന്നു. എന്നാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം വലിയ വിജയങ്ങൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം വന്ന് പറയുന്നത് ഇവിടെ മലയാള സിനിമ വലിയ തകർച്ചയിലാണെന്ന്. മലയാള സിനിമയിലെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പരാജയ ചിത്രങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ 200 സിനിമ ഒരുമിച്ചിറങ്ങിയാൽ അതിൽ ഭൂരിഭാഗവും പരാജയമായിരിക്കും എന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. കാരണം ഒരു പ്രേക്ഷകൻ ഒരിക്കലും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇവരൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം, ഒരു വർഷം മലയാള സിനിമയിൽ പ്ലാൻ ചെയ്ത് ഇത്ര സിനിമകൾ ഇറക്കാമെന്ന്. ഇവർ കൂടി നല്ല സിനിമകൾ ചെയ്യണം. ഇത്രയും ഒക്കെ പറയുന്ന സുരേഷ് കുമാർ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്ന് അദ്ദേഹം ചെയ്ത് ചട്ടക്കാരിയുടെ റീമേക്കാണ്, മറ്റൊന്ന് ചെയ്തിട്ടുള്ള രതി നിർവേദത്തിന്റെ റീമേക്കാണ്. ഈ രീതിയിലാണ് മലയാള സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. അതിനേക്കാൾ ബെറ്ററാണ് ആന്റണി പെരുമ്പാവൂരാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന നരേറ്റീവുകൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു ആർഗ്യുമെന്റ് താരങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നൽകുന്ന ഒരു അവകാശം ഉപയോഗിക്കാൻ താരങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയാൻ ഇദ്ദേഹം ആരാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം മലയാളത്തിലെ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടുള്ള സിനിമകൾ കൊണ്ടുവരുന്നത് മമ്മൂട്ടി കമ്പനിയാണ്, ഒരു സംശയമില്ല. 7 സിനിമകൾ ഇറക്കിയതിൽ 6ഓളം മികച്ച സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ഇറക്കിയിട്ടുള്ളത്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ആശീർവാദ്. അപ്പോൾ ആശീർവാദ് സിനിമാസ് പടം ചെയ്യാൻ പാടില്ല, മമ്മൂട്ടി കമ്പനി പടം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന് മാത്രമുള്ള പടങ്ങൾ ചെയ്തിട്ടാണ് മലയാള സിനിമയെ രക്ഷിക്കുക എന്നുള്ളതുണ്ട്. ഈ താരങ്ങൾ ആവശ്യമായ ഘട്ടങ്ങളിൽ സിനിമയിൽ കാശ് വാങ്ങാതെ ഈ താരങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ എത്ര രൂപ വാങ്ങിയിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത്? 1 രൂപ വാങ്ങാതെയാണ് മമ്മൂട്ടി കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര താരങ്ങൾ ഇന്ത്യയിൽ. ഈ താരങ്ങളല്ലാത്ത നിർമ്മാതാക്കൾ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല എന്നുകൂടി പറയുമോ? അവസാനം ഈ പറഞ്ഞെല്ലാം കഴിയും? ഇല്ല, ഇത് അതൊരു അതിവായനയാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ താരങ്ങളുടെ ശമ്പളമായാലും അത് നിർണ്ണയിക്കാനുള്ള അവകാശം താരങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അപർണ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് ഈ കമ്പനിയുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള, തന്റെ സാലറി എത്രയാണ് എന്ന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ അപർണയ്ക്ക് ഉണ്ടാവണമല്ലോ. അതുപോലെ തന്നെയാണ് താരങ്ങളുടെ കേസും പറയുന്നത്. അവർക്ക് എത്ര രൂപയാണ് പ്രതിഫലം എന്നുള്ളത് അവർ ഡിമാൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സുരേഷ് കുമാറിന് ഇത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ കീർത്തി സുരേഷ് കഴിഞ്ഞ സിനിമയ്ക്ക് 4 കോടിയാണ് അവരുടെ പൊട്ടുമ്പോൾ താരപ്രതിഫലത്തിൽ ആ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ സിനിമ ഹിറ്റ് അല്ല എന്നാണ് ഇതുവരെയുള്ള കണക്ക്. എനിക്ക് അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അല്ലെ, പ്രതിഫലം കുറയ്ക്കുമോ? അല്ല, അവരെടുക്കുന്ന ഒരു തൊഴിലാണ്, ആ തൊഴിലിനുള്ള പ്രതിഫലമാണ് അവർ വാങ്ങുന്നത്. അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ആദ്യമേ പറയട്ടെ പ്രോഫിറ്റ് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഒരു ചാനലിന്റെ റേറ്റിംഗ് കുറയുന്ന സമയത്ത് അവരുടെ അവതാരകർക്ക് സാലറി കുറയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് താരങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ഒരു താരത്തെ സംബന്ധിച്ച് അയാൾക്ക് അടുത്ത സിനിമ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ വിജയിച്ചിരിക്കണം. അതിൽ നിന്നാണ് അയാൾ അടുത്ത സിനിമയിലേക്ക് പോവുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ പരാജയങ്ങൾ ഉണ്ടായാൽ ഏത് താരത്തിനും, ഏത് സൂപ്പർ സ്റ്റാറിന്റെയും സിനിമ പിന്നീട് തിയേറ്ററിൽ റിസീവ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസറിന്റെ മാത്രം കരിയറിന്റെ കാര്യമല്ല.
ഇത് താരങ്ങളുടെയും കൂടി കരിയറിന്റെ കാര്യമാണ്. ഇവിടെ താരങ്ങൾ എടുത്തിരിക്കുന്നത് കൃത്യമായ നിലപാടാണ്. മലയാള സിനിമ ഇപ്പൊ കൃത്യമായിട്ടാണ് ഇപ്പൊ ഇവർ പറയുന്നത് പോലെ, അതായത് ആശീർവാദ് സിനിമാസ് വരുമ്പോ തൊട്ട്, അതായത് സിനിമാ താരങ്ങൾ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വന്നപ്പോ തൊട്ടുണ്ടായ റിഫ്റ്റിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പ്രതിഫലിക്കുന്നത്. ആദർശ് പറഞ്ഞു വരുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സമറൈസ് ചെയ്താൽ അങ്ങനെ ആയിരിക്കും. അല്ലെ, എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ. ഇപ്പൊ ഇവർക്ക് ഇത് വലിയ പ്രശ്നമാണ്, മലയാള സിനിമ ഇൻഡസ്ട്രി വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ അതിനെന്താണ് ഇവർ അല്ലെങ്കിൽ അതിനൊരു എങ്ങനെയാണ് ഇതിനെ സൊല്യൂഷനായിട്ട് അവർ കാണുന്നത്? അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന എമ്പുരാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്ന ഒരു പണിമുടക്ക് നടത്തിയേക്കാം എന്ന് തീരുമാനിക്കുന്നതാണോ ഇവരുടെ സൊല്യൂഷൻ? മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിന് ഈ രീതിയിലാണോ ഇൻഡസ്ട്രി നോക്കി കാണേണ്ടത്, അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് നോക്കി കാണേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർക്ക് ഇനി പറയുന്ന പോലെ സിനിമാ നിർമ്മാതാക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡബിൾ ടാക്സേഷൻ ആണ്. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുന്ന ടാക്സേഷൻ ആണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അവർ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യട്ടെന്നേ. ഞാൻ പറയുന്നത് ഇവർക്ക് മാത്രം എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള നയം എന്താണ്? ഇപ്പൊ ആശാ വർക്കേഴ്സ് മാസം അവർക്ക് 7,000 രൂപ മാത്രമാണ് സാലറി എന്നുള്ളതിന്റെ പേരിൽ അവർ ആഹാരം ഉപേക്ഷിച്ച് ഉറക്കം ഉപേക്ഷിച്ച് സെക്രട്ടറിയുടെ മുമ്പിൽ അവർ സമരം ചെയ്യുമ്പോൾ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും പ്രിവിലേജോടുകൂടി ഇവരോട് ഇരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവരും പോയി സമരം ചെയ്യട്ടെ, അങ്ങനെ സമരം ചെയ്ത് നേടിയെടുക്കട്ടെ. എല്ലാ അവകാശങ്ങളും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലോ. സമരത്തിലേക്കും ചർച്ചയിലേക്കും ഒക്കെ കടക്കാനുള്ള അവർക്ക് സിനിമ നിർത്തലാക്കിക്കൊണ്ടുള്ള സമരമുറ മാത്രമല്ലേ അറിയുള്ളൂ. ഈ ദേഹമനങ്ങിയിട്ടുള്ള സമരമുറയും കൂടെ ശീലിക്കട്ടെ. ഈ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്നവർക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് അവർക്ക് പോയിരിക്കാവുന്ന പോലെ ഇവർക്കും പോയിരിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു പ്രിവിലേജിന്റെ കൊണ്ടൊരു പ്രശ്നമാണ്. ഒറ്റ കാര്യം, 27-ാം തീയതി പണിമുടക്ക് വരുമ്പോൾ ഇത് എമ്പുരാനെ പോലെ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അത് എമ്പുരാനെ മുടക്കിയിട്ട് വേണോ എന്ന് ആദർശ് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം എല്ലാ സിനിമാ ആസ്വാദകരും സോഷ്യൽ മീഡിയയിൽ കൂടെ നെഞ്ചത്തടിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എമ്പുരാന്റെ തലക്കിട്ടടിച്ചിട്ട് വേണോ ഈ സമരം എന്ന് തന്നെയാണ്. തിരിച്ചല്ല ചോദിച്ചിരുന്നത്. അത് ആരും എമ്പുരാൻ എതിരെയൊന്നുമല്ല, അത് ഫലത്തിൽ എമ്പുരാന് ഗുണകരമായിട്ടല്ലേ വന്നുള്ളൂ. അല്ല, എമ്പുരാന് ഗുണകരമായിട്ട് വരും. അത് ഇവിടെ മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ ഒന്നും ഇവർക്ക് ഒരു കാലത്തും തൊടാൻ പറ്റില്ല. ഇത് ഇപ്പം ഒന്ന് ആലോചിച്ച് പോകും. ഞാൻ അടിവരായിട്ട് പറയാം, ഇവരിനി എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും ഇതൊരു ഈഗോ പ്രശ്നത്തിന്റെ പുറത്തുനിന്ന് തുടങ്ങുന്നതാണ്. ഇതൊരു സിനിമ ഇൻഡസ്ട്രിയിലെ വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങി. പിന്നീട് ഇവരുടെ വ്യക്തിപരമായ ഈഗോയുടെ പേരിൽ പോകുന്നതാണ്. ഇപ്പോൾ ഒടിയൻ റിലീസ് ആവുന്ന സമയത്ത് അന്നേ ദിവസം ഹർത്താൽ വന്നിട്ട് എത്രത്തോളമാണ് ആ ഒറ്റ ദിവസം ഒടിയൻ കളക്ട് ചെയ്തെന്ന് മാത്രം നോക്കിയാൽ മനസ്സിലാവും മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള താരങ്ങളുടെ സ്റ്റാർ വാല്യൂ എന്താണെന്നുള്ളത്. ഇനി ഇവർ തലകുത്തി നിന്നാലേ ഇവർക്ക് പറ്റില്ല. ഇവർ ഇപ്പം പറയുന്നത് തിയേറ്റർ കൊടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. സിനിമകൾ വരികയാണ്, താരങ്ങളുടെ സിനിമകൾ വരുവാണെങ്കിൽ ഇവിടെ വെറുതെ ഒരു പബ്ലിക് നിരത്തിൽ കൊണ്ടുപോയി LED സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിച്ചാൽ പോലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ ആൾ വരും, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും. അല്ലെങ്കിൽ OTT-കളുള്ള കാലമാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഉള്ള കാലമാണ്. വെറുതെ യൂട്യൂബിൽ ആ സിനിമ അപ്ലോഡ് ചെയ്താൽ പോലും അതിന് കളക്ഷൻ കിട്ടും എന്നുള്ള കാലത്താണ് ഇവർ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്. ആരെയാണ് ഭയപ്പെടുത്താൻ നോക്കുന്നത്? ഇവരാണ് ഇതിന്റെ എല്ലാം. ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഒരു ദിവസം കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ആന്റണി പെരുമ്പാവൂർ നേതൃത്വം കൊടുക്കുന്ന ആശീർവാദിന്റെ ഓഫീസിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് വരികയാണ്. ഇത് എങ്ങനെ സാധിക്കും? ഇത് സിമ്പിളായി നടക്കുന്ന കാര്യമാണോ? ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ്. BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സുരേഷ് കുമാർ ഇരിക്കുന്നു എന്നുള്ള പ്രിവിലേജിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം BJP-യുടെ ചാനലുകളിൽ പോയിരുന്ന് ഈ ചർച്ചയ്ക്ക് ഇത്രയും ആക്കം കൂട്ടുന്നതും ആ ഹാൻഡിലുകൾ വഴി ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നതും അദ്ദേഹത്തിന്? ഇത് കൃത്യമായ പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളോട് അങ്ങനെ സമ്മർദ്ദം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ആദർശ് കരുതുന്നു. ഇത് ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ എമ്പുരാൻ എന്നുള്ള സിനിമ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മലയാളത്തിൽ ലാൻഡ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ആന്റണിയുടെയോ മോഹൻലാലിനെയോ വിറപ്പിച്ച് കളയാമെന്നൊക്കെയുള്ള ധാരണ ഇവർക്കുണ്ടെങ്കിൽ ഇത് വെറും അതിമോഹം മാത്രമാണ്. അതിനകത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു മോഹൻലാലിന്റെ രോമത്തിൽ തൊടാൻ പോലുമുള്ള കേപ്പബിലിറ്റി ഇന്നത്തെ ഈ പ്രൊഡ്യൂസേഴ്സിനൊന്നുമില്ല. ഈ പറയുന്ന ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആരുമല്ല ഇന്ന് മലയാള സിനിമയെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടുത്തെ ഈ സിനിമയോട് ചോരനീരാക്കിയ ഒരുപാട് നിർമ്മാതാക്കളുടെ ചരിത്രം ഈ മലയാള സിനിമയ്ക്ക് ഉണ്ട്. ആദർശ ഇങ്ങനെ താരങ്ങൾക്ക് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് വെച്ചുകൊണ്ട് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചോര നീരാക്കുന്ന ആൾ തന്നെയല്ലേ ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമയ്ക്ക് പൈസയ്ക്ക് എന്തുകൊണ്ട് ഇവിടെ വില കാണിക്കുന്നില്ല അവർ? എമ്പുരാൻ ഇത്രയും വലിയ ബഡ്ജറ്റിൽ, മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുമ്പോൾ അതിന് ഈ രീതിയിലാണോ റിസീവ് ചെയ്യേണ്ടത്? ഇത് ഈ മലയാളത്തിലെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയ ഒരുപക്ഷെ ഇപ്പൊ കന്നഡ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റിയത് ഒരു KGF ആണ്. അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള ഒരു സിനിമ വരുമ്പോൾ ഈ രീതിയിലാണോ റിസീവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കണ്ണീര് സുരേഷ് കുമാറിന് കാണേണ്ട ആവശ്യമില്ല. ബാക്കി ഒരുപാട് നിർമ്മാതാക്കളുടെ കണ്ണുനീരിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്. വിനുഗിരിയത്തിലേക്ക് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. അതിലേക്ക് വരാം. അതിന് മുമ്പ്